ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെരി ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷനിൽ ഒരു 4ാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കോർപ്പറേറ്റ് റെഗുലേഷനിൽ ടൈപ്സ് ഓഫ് കമ്പനിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതർ ടൈപ്സ് ഓഫ് കമ്പനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി, അതേപോലെ മറ്റൊരു ടേം കോർപ്പറേറ്റ് വെയിൽ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പബ്ലിക് എൻ്റർപ്രൈസ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പബ്ലിക് എൻ്റർപ്രൈസിനെ നമുക്ക് ഗവൺമെൻറ് കമ്പനി എന്ന് വിളിക്കാം. ഗവൺമെൻറ് കമ്പനിയുടെ പ്രത്യേകത ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഡെഫിനേഷനിൽ പറയുന്നുണ്ട്. which is not less than 51% of paid up share capital held by central government or state government or central and one or more state governments. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും ഒന്നോ അതിലധികമോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ട് 51% കുറയാത്ത തരത്തിൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50% കൂടുതൽ ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഗവൺമെൻറ് ഹോൾഡ് ചെയ്തതായിരിക്കണം. അങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ ഗവൺമെൻറ് കമ്പനീസ് എന്ന് വിളിക്കുന്നത്. ദീസ് കമ്പനീസ് ആർ രജിസ്റ്റേർഡ് ആസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ദോ ദ മാനേജ്മെൻറ്റ് ആൻഡ് ദെയർ കൺട്രോൾ വെസ്റ്റ് വിത്ത് ദി ഗവൺമെൻറ്. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടായിരിക്കാം ആ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വേർ ബോത്ത് ദി ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആർ ഷെയർ ഹോൾഡേഴ്സ്. സോ ഇതിൻ്റെ കൺട്രോള് ഗവൺമെൻറ്റിൻ്റെ കയ്യിലും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും കൂടി ചേർന്നിട്ടാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് കമ്പനീൻ്റെ മീനിങ് എന്താണ്? മോർ ദാൻ 50%, 50% കൂടുതൽ ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആകാം, അങ്ങനെ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികളെ നമുക്ക് ഗവൺമെൻറ് കമ്പനി എന്ന് വിളിക്കാം. സോ എന്തായിരിക്കാം നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഇല്ലാത്ത കമ്പനീസിനെ നമുക്ക് നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറയാം. ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ മോർ ദാൻ 51% കൺട്രോൾ ഉണ്ടായിരിക്കണം, ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കണം. അല്ലാത്ത കമ്പനികളെ നമുക്ക് ഗവൺമെൻറ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത കമ്പനികളെയൊക്കെ നോൺ ഗവൺമെൻറ് കമ്പനീസ് എന്ന് വിളിക്കാം. അനദർ ടൈപ്പ് ഓഫ് കമ്പനി ദാറ്റ് ഈസ് ഹോൾഡിംഗ് കമ്പനി. A company is known as holding company of another company if it has control over that other company. മറ്റൊരു കമ്പനിയുടെ മുകളിൽ ഒരു കൺട്രോൾ വരികയാണെങ്കിൽ ആ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കാം അല്ലേ? അപ്പം അങ്ങനെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ, കൺട്രോൾ ചെയ്യുന്ന കമ്പനിയെ വിളിക്കുന്നതാണ് ഹോൾഡിംഗ് കമ്പനി. സോ അതിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നു, അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 46 ഓഫ് കമ്പനീസ് ആക്ട് 2013, holding company in relation to one or more other companies means a company of which such companies are subsidiary companies. Okay, അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് വരുന്ന കമ്പനി, അതായത് ആരെയാണോ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരാണോ ടേക്ക് ഓവർ ചെയ്യുന്നത് ആ കമ്പനിയെ നമുക്ക് എന്ത് വിളിക്കാം? ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കാം. ആരെയാണോ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് ആ കമ്പനിയെ സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കാം. ആരുടെ മുകളിലാണോ കൺട്രോൾ വരുന്നത് അവരെ നമുക്ക് സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കാം. ഓക്കെ, സബ്സിഡിയറി കമ്പനി അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 87 ഓഫ് കമ്പനീസ് ആക്ട് 2013, എ കമ്പനി ഈസ് നോൺ ടു ബി സബ്സിഡിയറി കമ്പനി ഓർ സബ്സിഡിയറി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി. എനി അതർ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്. മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദി ഹോൾഡിംഗ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി ആരെയാണോ കൺട്രോൾ ചെയ്യുന്നത് അവരെയാണ് നമുക്ക് സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് കൺട്രോൾ ചെയ്യുന്ന വോട്ടിംഗ് പവറിൽ തന്നെ ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കുക ഹോൾഡിംഗ് കമ്പനിക്കായിരിക്കും. സബ്സിഡിയറി കമ്പനിയിൽ വോട്ടിംഗ് പവർ നോക്കുന്നത് അല്ലെങ്കിൽ അതിൽ മെജോറിറ്റി വോട്ടിംഗ് പവർ ആർക്കായിരിക്കും? ഹോൾഡിംഗ് കമ്പനിക്കായിരിക്കും. ഓക്കെ, അനദർ ടൈപ്പ് ഓഫ് കമ്പനി ദാറ്റ് ഈസ് സ്മോൾ കമ്പനി. Small company has been introduced for the first time by the Companies Act 2013. The Act identifies some companies as small companies based on their capital and turnover for the purpose of providing certain relief and or exemptions to these companies. ഇപ്പോൾ സ്മോൾ കമ്പനി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കമ്പനീസ് ആക്ട് 2013 ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണ്? ഈ കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ബേസിലോ അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവറിൻ്റെ ബേസിലോ ആണ് അതിനെ സ്മോൾ കമ്പനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ സ്മോൾ കമ്പനികൾക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് റിലീഫ് ആൻഡ് എക്സംഷൻ ആ കമ്പനികൾക്ക്
ടാക്സ് അടയ്ക്കുന്നതിലൊക്കെ എക്സംഷൻസ് വളരെയധികം കിട്ടുന്നതാണ്. സോ മോസ്റ്റ് ഓഫ് ദി എക്സംഷൻ പ്രൊവൈഡഡ് ടു എ സ്മോൾ കമ്പനി ആർ സെയിം ആസ് ദാറ്റ് പ്രൊവൈഡഡ് ടു എ 1 person കമ്പനി. അപ്പോൾ ഒരു 1 person കമ്പനി നമുക്കറിയാം ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് കമ്പനി ആ 1 person കമ്പനിക്ക് കൊടുക്കുന്ന റിലീഫിന് ഈക്വലായിട്ട് തന്നെയുള്ള എക്സംഷൻസ് ആണ് സ്മോൾ കമ്പനികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ നോക്കാം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50 lakh rupees ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വിച്ച് ഷാൾ നോട്ട് ബി മോർ ദാൻ 10 crore rupees. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കൂടാനായിട്ട് പാടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു ഹയർ എമൗണ്ട് അതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്മോൾ കമ്പനീൻ്റെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് 10 കോടിയിൽ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. സാധാരണ കേസിൽ 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഇനി ഏതെങ്കിലും എമൗണ്ട് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 10 കോടിയിൽ കൂടാനായിട്ട് കഴിയില്ല. ഓക്കെ. ആൻഡ് ടേൺ ഓവർ ഓഫ് വിച്ച് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഡസ് നോട്ട് എക്സീഡ് 2 crore rupees. ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രീവിയസ് ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 2 കോടിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. ഇനി അതല്ല, ഏതെങ്കിലും തരത്തിലൊരു ഹയർ എമൗണ്ട് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു കമ്പനീൻ്റെ ബേസിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷാൾ നോട്ട് മോർ ദാൻ 100 crore rupees, 100 കോടിയിൽ ഇൻക്രീസ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ്, ഇങ്ങനെ ക്യാപിറ്റലും ടേൺ ഓവറും ലിമിറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് സ്മോൾ കമ്പനി എന്ന് വിളിക്കുന്നത്. സോ ഇനി താഴെ പറയുന്ന ചില കമ്പനികൾ ഇതിൽ വരുന്നതല്ല. എ ഹോൾഡിംഗ് കമ്പനി ഓർ എ സബ്സിഡിയറി കമ്പനി, എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8 ആൻഡ് കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്. അപ്പോൾ സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 കണ്ടീഷൻ നിങ്ങൾ എഴുതണം മസ്റ്റായിട്ട്. ഷെയർ ക്യാപിറ്റൽ 50 കോടിയിൽ 50 ലക്ഷത്തിൽ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ 10 കോടിയാണ് അവിടെ ലിമിറ്റ് പറയുന്നത്. ടേൺ ഓവർ എന്ന് പറയുന്നത് 2 കോടിയാണ്. പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് ആണെങ്കിൽ 100 crore ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല. ഡോർമെൻറ്റ് കമ്പനി സെക്ഷൻ 455 where a company is formed and registered under this act for a future project or to hold an asset or intellectual property and has no significant accounting transaction, such a company or an inactive company may make an application to the registrar in such manner as may be prescribed for obtaining the status of a dormant company. So dormant company എന്ന് പറയുന്നത് സെക്ഷൻ 455 പറയുന്നത് ഈ ഒരു കമ്പനി ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാനോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കോ വേണ്ടിയിട്ടാണ് കമ്പനി കൊണ്ടുവരുന്നത്. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഒന്നും ഇവിടെ നടക്കുന്നില്ല, കമ്പനിയിൽ ഒരു ബിസിനസ്സും നടത്തുന്നില്ല. അപ്പോൾ ഈ ഒരു കമ്പനി ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റ് ഫോം ചെയ്യാനോ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി ഡോർമെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്നുള്ള പേരിൽ ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ രജിസ്ട്രാർ അത് എന്ത് ചെയ്യും, ആ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് ഡോർമെൻറ്റ് എന്ന് പറയുന്ന കമ്പനി ആയിട്ട് അതിനെ പ്രിസ്ക്രൈബ് ചെയ്യും, അതല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരു ഫോമിലേക്ക് മാറ്റും. ഡിഫൻക്റ്റ് കമ്പനീസ് സെക്ഷൻ 248 where a company is not carrying on any business or operation for a period of 2 immediately preceding financial years and has not made any application within such period for obtaining the status of dormant company under section 455, or a company has failed to commence its business within 1 year of its incorporation, empowers the registrar to remove the name of the company from the register of companies. These companies known as defunct company. എന്താണ് ഡിഫങ്ക്റ്റ് കമ്പനി എന്ന് പറയുന്നത്? എ കമ്പനി ഈസ് നോട്ട് ക്യാരിങ് ഓൺ എനി ബിസിനസ് ഓർ ഓപ്പറേഷൻ ഫോർ എ പീരീഡ് ഓഫ് 2 immediately preceding the financial year. സോ 2 വർഷമായിട്ട് കമ്പനി ഒരു തരത്തിലും ബിസിനസ് കണ്ടക്ട് ചെയ്യാത്ത, ഒരു ഓപ്പറേഷനും നടത്താത്ത ഒരു കമ്പനി. ഓക്കെ, അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഫങ്ക്റ്റ് കമ്പനി എന്ന് വിളിക്കാം. ഓർ എനി ആപ്ലിക്കേഷൻ വിത്തിൻ സച്ച് പീരീഡ് ഫോർ ഒബ്റ്റെയിനിങ് ദി സ്റ്റാറ്റസ് ഓഫ് ഡോർമെൻറ്റ് കമ്പനി. ഒരു തരത്തിലും ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാതെ ഇരിക്കുന്ന ഒരു കമ്പനി. ഇപ്പോൾ ഡോർമെൻറ്റ് കമ്പനി എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു. ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനീനെ രജിസ്ട്രാർ റിമൂവ് ചെയ്യില്ല, ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യില്ല, ഡോർമെൻറ്റ് കമ്പനിയായിട്ട് തന്നെ അത് നിലനിൽക്കും. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാത്ത അവസ്ഥയിലും നമുക്ക് ഡിഫങ്ക്റ്റ് കമ്പനി എന്ന് വിളിക്കാം.
or a company has failed to commence its business within 1 year of its incorporation. അല്ലേ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 1 വർഷമായിട്ടും കമ്പനി വർക്കിംഗ് അല്ലെങ്കിൽ കമ്പനി ബിസിനസ് നടത്തി തുടങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെ രജിസ്ട്രാർ എന്ത് ചെയ്യും? റിമൂവ് ദി നെയിം ഓഫ് ദി കമ്പനി ഫ്രം രജിസ്റ്ററിൽ നിന്ന് ആ കമ്പനിയുടെ പേര് ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കുന്ന കമ്പനികളെ വിളിക്കുന്ന പേരാണ് ഡിഫങ്ക്റ്റ് കമ്പനി. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1, 2 വർഷമായിട്ട് പ്രവർത്തനം നിലച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്താത്തൊരു കമ്പനിയോ, ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാത്തൊരു കമ്പനിയോ, 1 വർഷമായിട്ട് കമൻസ് ചെയ്യാത്ത കമ്പനികളെ നമുക്ക് ഡിഫങ്ക്റ്റ് കമ്പനീസ് എന്ന് നമുക്ക് പറയാതെ സെക്ഷൻ 248 പറയുന്നതാണ്. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് കമ്പനി ലിസ്റ്റഡ് കമ്പനി, സെക്ഷൻ 2 സബ്സെക്ഷൻ 52. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ കമ്പനിയുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അങ്ങനെ റൂൾസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ആ കമ്പനിയെ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ കമ്പനിയുടെ എല്ലാ മെറ്റീരിയലും എല്ലാ അക്കൗണ്ട്സും കറക്റ്റായിട്ട് സെബിയിലേക്ക് അല്ലെങ്കിൽ റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യുക. അങ്ങനെ കറക്റ്റായിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നവരെ മാത്രമാണ് കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ നമുക്ക് എന്ത് വിളിക്കാം? ലിസ്റ്റഡ് കമ്പനി എന്ന് വിളിക്കാം. ഓക്കെ. ആൻഡ് അനദർ ടേം അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയുമായിട്ട് യോജിച്ച് ചേർന്ന് പോകുന്നതിനെയാണ് അസോസിയേറ്റ്. ഒന്നിൻ്റെ അണ്ടറിലല്ല, ഒരേപോലെ ഒരുമിച്ച് ചേരുന്നതിനെയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 6 അസോസിയേറ്റ് കമ്പനി ഇൻ റിലേഷൻ ടു അനദർ കമ്പനി. മറ്റൊരു കമ്പനിയുമായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ? ഇറ്റ് മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദാറ്റ് അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. ഈ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് കുറഞ്ഞത് 20% വോട്ടിംഗ് പവർ ഉള്ളതിനെയാണ് നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഒരു കമ്പനിയുടെ മുകളിൽ കൺട്രോൾ ഉണ്ട് എന്നല്ല പറയുന്നത്. കമ്പനിയിൽ 20% വോട്ടിംഗ് പവർ, ആ കമ്പനിയിൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. ഇതിനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ബട്ട് വിച്ച് ഈസ് നോട്ട് എ സബ്സിഡിയറി. പക്ഷേ ആ കമ്പനി എന്തല്ല? സബ്സിഡിയറി കമ്പനിയല്ല, ജസ്റ്റ് ആസ് എ അസോസിയേറ്റ് കമ്പനി. ഓക്കെ. പ്രൊഡ്യൂസർ കമ്പനി. പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈമറി പ്രൊഡ്യൂസ് നടത്തുന്ന, ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയാണ് നമ്മൾ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. അതായത് കോട്ടേജ് ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്പനികളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ കമ്പനി എന്ന് വിളിക്കുക. എ പ്രൊഡ്യൂസർ കമ്പനി മീൻസ് എ ബോഡി കോർപ്പറേറ്റ് ഹാവിംഗ് ഒബ്ജക്ട്സ് ഓർ ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 581B. അപ്പോൾ സെക്ഷൻ 581Bയിൽ പറയുന്ന ആക്ടിവിറ്റീസ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന കമ്പനിയാണ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് രജിസ്റ്റേർഡ് ആസ് പ്രൊഡ്യൂസർ കമ്പനി അണ്ടർ ദിസ് ആക്ട്. The membership of producer companies is open to such people who themselves are the primary producers. ഇത് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കമ്പനി കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസ് നടത്തുന്നവരെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നാണ് വിളിക്കുക. The persons engaged in an activity connected with or related to primary producer. അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ആനിമൽ ഹസ്ബൻഡറി, ഹോർട്ടിക്കൾച്ചർ, വിറ്റിക്കൾച്ചർ, ഇങ്ങനെ നമ്മുടെ അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ്. അതുപോലെ കോട്ടേജ് വില്ലേജ് ഇൻഡസ്ട്രി, ഇതൊക്കെ ഈ ഒരു കമ്പനികളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ കമ്പനി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, നിധീസ്. എ കമ്പനി വിച്ച് ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് വിത്ത് ദി ഒബ്ജക്റ്റ് ഓഫ് കൾട്ടിവേറ്റിംഗ് ദി ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് എമംഗ്സ്റ്റ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ കുറച്ച് മെമ്പേഴ്സ് കൂടി ചേർന്നാണ് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സേവിങ് ഹാബിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്ന ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവരുടെ ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യുക, ആ ഡെപ്പോസിറ്റിലൂടെ സേവിങ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നിധീസ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് ഫോർ ദെയർ മ്യൂച്വൽ ബെനഫിറ്റ്, അവരുടേതായിട്ടുള്ള ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് വിച്ച് കംപ്ലൈസ് വിച്ച് സച്ച് റൂൾസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ റെഗുലേഷൻ ഓഫ് സച്ച് ക്ലാസ് ഓഫ് കമ്പനി, സെക്ഷൻ 406. അപ്പോൾ സെക്ഷൻ 406 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നിധീസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ആ മെമ്പേഴ്സിൻ്റെ മ്യൂച്വൽ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിധീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലാത്ത ചില കമ്പനികൾ ഉണ്ടായിരിക്കും അല്ലേ.
ചാരിറ്റബിൾ ഒബ്ജക്ട്സ് എന്നാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. എനി പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഇൻറ്റൻഡിങ് ടു ബി രജിസ്റ്റേർഡ് ആസ് എ ലിമിറ്റഡ് കമ്പനി ഫോർ ചാരിറ്റബിൾ പർപ്പസ് ക്യാൻ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്ട്സ്. അപ്പോൾ കമ്പനി കൊണ്ടുവരുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. പക്ഷെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ചാരിറ്റബിൾ പർപ്പസ് ആണ്. അതൊരു പേഴ്സൺ ആവാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ചേർന്നുണ്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ ഒരു ചാരിറ്റബിൾ ഒബ്ജക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം. ഹൗവർ ഇറ്റ് ഷാൾ പ്രൂവ് ടു ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ ചില ഏരിയാസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം സെക്ഷൻ 8 സബ്സെക്ഷൻ 1 പ്രകാരം. ഇറ്റ്സ് ഒബ്ജക്ട്സ് ഇൻക്ലൂഡഡ്, ഈ ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ് എന്നാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ ദ പ്രൊമോഷൻ ഓഫ് കൊമേഴ്സ്, ആർട്ട്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ഓർ എനി സച്ച് അതർ ഒബ്ജക്റ്റീവ്. അതായത് സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം മെയിനായിട്ട് കമ്പനി ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ കമ്പനി ഓൺ ഇൻകോർപ്പറേഷൻ ഇൻറ്റൻഡ് ടു അപ്ലൈ ഇറ്റ്സ് പ്രോഫിറ്റ് ഇഫ് എനി ഓർ അതർ ഇൻകം ഇൻ പ്രൊമോട്ടിംഗ് സച്ച് ഒബ്ജക്ട്സ്. മുകളിൽ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഇൻക്രീസ് ചെയ്യാൻ, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കണം കമ്പനിയുടെ പ്രോഫിറ്റ് യൂസ് ചെയ്യേണ്ടത്. അതായത് ചാരിറ്റബിൾ ആവാം, എഡ്യൂക്കേഷൻ ആവാം, റിസർച്ച് ആവാം, ആർട്ട് ആൻഡ് സയൻസ് ആവാം. ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം കമ്പനി പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ദ കമ്പനി ഇൻറ്റൻഡ്സ് ടു പ്രൊഹിബിറ്റ് ദി പേയ്മെൻറ്റ് ഓഫ് എനി ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതിലെ മെമ്പേഴ്സിന് ഒരിക്കലും ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കില്ല, അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ചാരിറ്റബിൾ പർപ്പസിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെയുള്ള ഒബ്ജക്റ്റീവ്സ്, അതിൽ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി നിൽക്കുന്നത്. ഓക്കെ, സോ 2 വീഡിയോസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഡിഫറെൻറ്റ് കമ്പനീസിനെ കുറിച്ച് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഇതെല്ലാം പഠിക്കാതെ എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത നമുക്ക് നോക്കാം. എ ന്യൂ ടേം കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് മൂടുപട അല്ലെങ്കിൽ മറ എന്ന് നമുക്ക് പറയാം. ജുറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ, എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. സാധാരണ നമുക്കറിയാം ഇറ്റ്സ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊക്കെ നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചു അല്ലേ. കമ്പനി എന്താണ്, മറ്റുള്ള മെമ്പേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ ഈസ് എ ലീഗൽ പേഴ്സൺ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ദിസ് റെക്കഗ്നേഷൻ ഓഫ് എ കമ്പനി ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ലയബിൾ ഫോർ ഇറ്റ്സ് ഓൺ ആക്ട്സ് ആൻഡ് ലയബിലിറ്റി. സോ കമ്പനി എൻറ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിൽ, കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ കമ്പനി തന്നെയായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കുക. ഈ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഒരു മറ എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ടേമാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ. ദിസ് സെപ്പറേറ്റ്സ് ദ പേഴ്സണാലിറ്റി ഓഫ് എ കമ്പനി ഫ്രം ഇറ്റ്സ് പേഴ്സണാലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സെപ്പറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോർപ്പറേറ്റ് വെയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊട്ടക്റ്റ് ദം ഫ്രം ബീയിങ് പേഴ്സണലി ലയബിൾ ഫോർ ദി ഫേംസ് ഡെപ്റ്റ്സ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ. സോ ഇത് ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? കമ്പനി വരുത്തി വയ്ക്കുന്ന കമ്പനിയുടേതായിട്ടുള്ള ലയബിലിറ്റീസിലും അതേപോലെ കമ്പനി നടത്തുന്ന ആക്ടിവിറ്റീസിലും പേഴ്സണലി ലയബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ കോർപ്പറേറ്റ് വെയിൽ. Where a court determines that a firm's business was not conducted in accordance with the provisions of corporate legislation, it may hold the shareholders personally liable for the firm's obligation under the legal concept of lifting of corporate veil. Lifting the corporate veil. സോ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ടേം വരികയാണെങ്കിലും അതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് മെമ്പേഴ്സ് ശ്രമിക്കാറുണ്ട് അല്ലേ. അപ്പോൾ കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് തന്നെ കമ്പനിയുടെ മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോർട്ട് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ടാണ് മെമ്പേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കോടതി കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം, ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്ത് കളയാം. അതാണ് ലിഫ്റ്റിംഗ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് വെയിൽ, ആ മറ എടുത്ത് മാറ്റാം. എന്നിട്ട് ആ കമ്പനിക്ക് വന്നിട്ടുള്ള നഷ്ടത്തിന് അല്ലെങ്കിൽ കമ്പനി നടത്തിയ ആ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിക്ക് മെമ്പേഴ്സിന് പേഴ്സണലി ലയബിൾ ആക്കാൻ കോടതിക്ക് വിധിക്കാം. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് കമ്പനിയുടെ മെമ്പേഴ്സ് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് വെയിൽ, ഈ ഒരു മറ എടുത്തു മാറ്റാനായിട്ട് കോടതിക്ക് കഴിയും. ഓക്കെ,
അപ്പോൾ ഈ ഒരു ടേം ആണ് ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ആ മറ എടുത്തു മാറ്റി മെമ്പേഴ്സ് ലയബിൾ ആവുന്ന കോൺസെപ്റ്റാണ് ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ. Lifting of corporate veil. Lifting of corporate veil means where a fraudulent and dishonest use is made of the legal entity, the individuals concerned will not be allowed to take shelter behind the corporate personality. In this regard, the court will break through the corporate shell and apply the principle of lifting or piercing through the corporate veil. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് ഒരു ഫ്രോഡുലൻറ്റ് ഡിസോണസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിൽ ആ ലീഗൽ എൻറ്റിറ്റിയുടെ പേഴ്സണാലിറ്റിക്ക് കോട്ടം തെറ്റുന്ന തരത്തിൽ ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അല്ലെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ ആ വെയിൽ എന്ന് പറയുന്ന കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തു മാറ്റാം. എന്നിട്ട് അത് പേഴ്സണലി ആരായിരിക്കും അതിന് ലയബിൾ ആയിരിക്കുക? യെസ്, മെമ്പേഴ്സ് തന്നെ ലയബിൾ ആയിരിക്കും. സോ വിൽ ബ്രേക്ക് ത്രൂ എ കോർപ്പറേറ്റ് ഷെൽ ആൻഡ് അപ്ലൈ ദി പ്രിൻസിപ്പിൾ ഓഫ് ലിഫ്റ്റിംഗ്. ആ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എടുത്തു മാറ്റിക്കൊണ്ട് തന്നെ മെമ്പേഴ്സ് ആയിരിക്കും അവിടെ ലയബിളായിട്ട് വരിക, കമ്പനിക്ക് ഒരു ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് എന്ത്? ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ദ വേരിയസ് കേസസ് ഇൻ വിച്ച് കോർപ്പറേറ്റ് വെയിൽ have been lifted are as follows. Under judicial interpretation. അപ്പോൾ ഏതൊക്കെ സമയത്താണ് ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ലിഫ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ, കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ട് എപ്പോഴാണ് ഈ ലിഫ്റ്റിംഗ് കോർപ്പറേറ്റ് വെയിൽ നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ. എപ്പോഴായിരിക്കും ഈ പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂവിൻ്റെ ബേസിൽ വരുന്നത്? ഏതെങ്കിലും തരത്തിൽ കമ്പനി ടാക്സ് ഇവേഷൻ കണ്ടക്ട് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടാക്സ് വെട്ടിപ്പ് നടത്തി എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം? ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ കണ്ടക്ട് ചെയ്യാം. കാരണം കമ്പനി സ്വയം അത് ചെയ്യില്ല, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണല്ലേ. അപ്പോൾ കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ടായിരിക്കാം ഈ മെമ്പേഴ്സ് ഈ ടാക്സ് വെട്ടിപ്പ് നടത്തുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ വരുമ്പോൾ കോടതിക്ക് എന്ത് ചെയ്യാം? ഈ കോർപ്പറേറ്റ് വെയിൽ എടുത്ത് കളഞ്ഞ് പേഴ്സണലി ലയബിൾ ആക്കാനായിട്ട് കഴിയും. ഓക്കെ, ആൻഡ് അനദർ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ. കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്തു, അതായത് കമ്പനിയുടെ ന്യായമല്ലാത്ത ഇൻട്രസ്റ്റ് വിരുദ്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കമ്പനി നേരിട്ട് ചെയ്യുന്നതായിരിക്കില്ല അല്ലേ, കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് മെമ്പേഴ്സ് ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കാം. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ലീഗൽ ഒബ്ലിഗേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ടൈമിൽ കോടതിക്ക് എന്ത് നടത്താം? ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ് മാറ്റി കമ്പനിയുടെ ആ ആക്ടിവിറ്റീസിനൊക്കെ മെമ്പേഴ്സ് ലയബിൾ ആവും എന്നാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി. സോ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ എനിമി ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇന്ത്യയിൽ ചൈനയിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചൈനയുടെ നമുക്ക് ഒരു എനിമി ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ്, ചെറിയൊരു തോതിൽ ഒരു ഉരസലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ റിലേഷനിൽ അപ്പോൾ എനിമി കൺട്രിയുമായിട്ട് ചേർന്ന് നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുകയാണെന്ന് കോടതിക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കേസിലും കമ്പനിക്ക് എന്ത് നടത്താം? അല്ലെങ്കിൽ കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിൽ കോൺസെപ്റ്റ് മാറ്റി പേഴ്സണലി ലയബിൾ ആക്കാനായിട്ട് കഴിയും. ഓക്കെ, അനദർ വൺ വേർ ദി കമ്പനി ഈസ് എ ഷാം. ദാറ്റ് മീൻസ് ഒരു കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ, ഫ്രോഡുലൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തതെന്ന് കോടതിക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം? ആ ഒരു ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തു മാറ്റാവുന്നതാണ്. ഓക്കെ, ആൻഡ് അനദർ വൺ കമ്പനി അവോയ്ഡിങ് ദി ലീഗൽ ഒബ്ലിഗേഷൻ. കമ്പനി ഏതെങ്കിലും തരത്തിൽ ഒബ്ലിഗേഷൻ, നമുക്കറിയാം ലീഗൽ ഒബ്ലിഗേഷൻസ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ കോർപ്പറേറ്റ് വെയിൽ എടുത്ത് കളയുന്നതാണ്. അടുത്തത് വേറെ കമ്പനി ഈസ് ആക്ടിങ് ആസ് ഏജൻറ്റ് ഫോർ ഇറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് കമ്പനി വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് തന്നെ മെമ്പേഴ്സ് പല ആക്ടിവിറ്റീസും നടത്തുന്നുണ്ടായിരിക്കാം, അതിൻ്റെയൊക്കെ നെയിം വരുന്നത് കമ്പനിയുടെ പേരിലേക്കായിരിക്കും. അപ്പോൾ ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മെമ്പേഴ്സിന് തന്നെയായിരിക്കും ഇത് കോടതി എന്ത് ചെയ്യും? ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ കോടതി തന്നെ എന്ത് ചെയ്യും? അത് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്തു മാറ്റി ആ മെമ്പേഴ്സിന് തന്നെ അത് ലയബിൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അവോയ്ഡിങ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. ഇതിലൊന്നും നമുക്ക് കൂടുതൽ പറയേണ്ട, ഒരു സോഷ്യൽ വെൽഫെയറിന് വേണ്ടി അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, ടാക്സേഷൻ അവോയ്ഡൻസ് നടത്തുകയാണെങ്കിൽ, വെൽഫെയർ ലെജിസ്ലേഷൻ അതിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിലൊക്കെ കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിലുള്ളത് എടുത്തു മാറ്റാവുന്നതാണ്.
And the protecting public policy. The court invariably lifts the corporate veil to protect the public policy and prevent the transaction contrary to public policy. നമുക്കറിയാം പബ്ലിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നടത്തുന്നതും ഇവിടുത്തെ മെമ്പേഴ്സ് തന്നെയായിരിക്കും അല്ലേ. കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് ആ വെയിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കോടതിക്ക് എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന എടുത്തു മാറ്റിക്കൊണ്ട് മെമ്പേഴ്സിനെ ലയബിളാക്കാനായിട്ട് കഴിയും. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയും പോയിൻറ്റ്സ് കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ട് കോർപ്പറേറ്റ് വെയിൽ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ, ഇവിടെ ഒരു കമ്പനി ട്രിബ്യൂണൽ ഉണ്ടായിരിക്കും. ഈ ട്രിബ്യൂണൽ വഴി എങ്ങനെയായിരിക്കാം കോർപ്പറേറ്റ് വെയിൽ നീക്കം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പണിഷ്മെൻറ്റ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ബൈ ഫർണിഷിംഗ് ഫാൾസ് ഇൻഫോർമേഷൻ. ഒരു കമ്പനി ഫോം ചെയ്യുകയാണ്. ഫോം ചെയ്യുമ്പോൾ രജിസ്ട്രാർക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ഒരു ഫാൾസ് ഇൻഫോർമേഷനാണ് കൊടുക്കുന്നത് എങ്കിൽ, സബ്മിറ്റ് ചെയ്യുന്നത് എങ്കിൽ, ആ ഒരു കേസിൽ കമ്പനി ട്രിബ്യൂണലിന് എന്ത് ചെയ്യാം, കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫ്രോഡുലൻ്റ് ആപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം. സോ മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റ് പാർട്ടീസിനെ, ക്രെഡിറ്റേഴ്സ് ആവാം, സപ്ലയേഴ്സ് ആവാം, സോ കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ ആ സമയത്തും കമ്പനി ട്രിബ്യൂണലിന് വേണമെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ നീക്കം ചെയ്യാം. എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ആയിരിക്കും അവിടെ ലയബിളായിട്ട് വരുന്നത്. ആൻഡ് ലയബിലിറ്റി ഫോർ ഫ്രോഡുലൻ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ്. ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ലീഗൽ ഫോമിൽ തന്നെയായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ നടത്തുന്നത് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കമ്പനി ട്രിബ്യൂണലിന് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് എടുത്തു മാറ്റാവുന്നതാണ്. സോ ഈ ഒക്കെ സിറ്റുവേഷനിലൂടെയാണ് ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ നടത്തുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കോർപ്പറേറ്റ് വെയിലും ടൈപ്സ് ഓഫ് കമ്പനീസും ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇൻഡിവിജ്വലി ചോദിക്കാം. ഓരോ ടൈപ്പ് ഓഫ് കമ്പനീൻ്റെ പേര്, ഡോർമെൻറ്റ് കമ്പനി എന്താണ്, ഡിഫെക്റ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണ്, അത് ഇൻഡിവിജ്വലി ചോദിക്കുക. അതല്ലാണ്ട് എസ്സേ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോട്ട്സ് എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.